not about the forest. The forest, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. There's a hidden story. Years back, a gang of friends came to camp in the forest. Translate into Malayalam. Years ago, a gang of friends came to camp in the forest. അതല്ലെന്നോ, അതിന്റെ കഥന്റെ ഫ്ലോ കിട്ടണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ മലയാളത്തിൽ തന്നെ പറയണം. നിങ്ങൾ ഇംഗ്ലീഷ് കേട്ട് മടുത്തുപോയി. ഇപ്പോഴും നിങ്ങൾക്കൊന്നും ഇംഗ്ലീഷ് കൃത്യമായി അറിയില്ലേ? ഞാൻ ആ സ്കൂളിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാ. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എഡ്യൂക്കേഷൻ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചിരിക്കണം. മനസ്സിലായോ? ആരക്കുട്ടി, മായമെടുത്തിനില്ലേ? നമ്മുടെ കാര്യത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തയുണ്ടല്ലോ. അതെ അതെ, കാര്യം നമ്മളെ ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ കാര്യത്തിലൊക്കെ ചിന്തയുണ്ട്. എന്റെ മോളെ, അതായത് ഇതിന്റെ മുകളിലേക്ക് പൈസന്റെ കണക്ക് പറഞ്ഞതാ, അല്ലാതെ നിങ്ങളെ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞതല്ല. ശരിയാ ശരിയാ. ഓക്കെ, കണ്ടിന്യൂ ദി സ്റ്റോറി ഇൻ മലയാളം. ഓക്കെ, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാട്ടിലേക്ക് കുറേയധികം ഫ്രണ്ട്സുകൾ കൂട്ടം ചേർന്ന് ക്യാമ്പിനായി വന്നു. അവര് ആൺകുട്ടികളും പെൺകുട്ടികളും പിന്നെ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകം പറയണേ, ക്യാമ്പിങ്ങിന് വരുമ്പോ എല്ലാവരും ഉണ്ടാവില്ലേ? പൊന്നു പാത്തോ, ഇടക്കിടക്ക് ഞാൻ ചളി വാരി അറിയല്ലേ? ഓ, ഞാനിത് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇതിന് ടൈമില്ലെങ്കിൽ എനിക്ക് പോയിക്കോ പ്ലീസ് ആന്റി. അങ്ങനെ പറയല്ലേ. മസ്റ്റ് ടു കംപ്ലീറ്റ് ദി സ്റ്റോറി. ഓക്കെ, നിനക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം. അല്ല മായമട, അല്ലേ വേണ്ട, ചളി കയറിപ്പോ. ഓ, ഇവളുടെ വായിലെന്തെങ്കിലും തിരികാമോ? എനിക്കിന്ന് പറ തീർന്നിട്ട് വേറെ പണിയുണ്ട്. എന്താ നിങ്ങൾക്ക് ഇവിടെ എത്ര പണി? നിങ്ങളിവിടെ അടിച്ചു കിടക്കാൻ വന്നല്ലോ, വെറുതെ കിടക്കാൻ വന്നല്ലേ. ഇത്ര വലിയ പണി നേരത്. എമിലി, നീയും ഇവരുടെ കൂടെ ചേർന്ന് തന്നെ? ഒന്നുമല്ല ആന്റി, അവള് പറഞ്ഞ കേട്ടൊന്ന് ചിരിച്ചു പോയതാ. ഏതായാലും അവള് കുറെ കോമഡി പറയുന്നല്ലേ, ഏതെങ്കിലും ഒന്നിന് തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ വിചാരിച്ചു നീ എന്റെ കൂടെ നിൽക്കുന്നു. ഞങ്ങളെ ഒരു ക്ലാസ്സിൽ ഇരിക്കണ്ടവരാ. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ച് ഞങ്ങൾ എപ്പോഴും തന്നെ എടുക്കണമെന്നൊന്നുമില്ല. അത് പോയിന്റ്. എമിലി, നീ എന്നെ പറഞ്ഞേ? ആന്റി, ആന്റി കഥ കണ്ടിന്യൂ ചെയ്യേ, നമുക്കിത് പിന്നീട് സംസാരിക്കാം. ഓക്കെ, അതായത് കുറെ കാലങ്ങൾക്ക് മുമ്പേ ഈ കാട്ടിലെ കുറെ പേര് ക്യാമ്പിങ്ങിന് വന്നു. എന്നിട്ടുണ്ടല്ലോ, അവര് കാട്ടിന്റെ ഉൾപ്രദേശത്തേക്ക് പോയി. അതായത് ഇതാ ആ കാണുന്ന വഴി. ആ കാണുന്ന വഴിയിലൂടെ പോകരുതെന്നാ, പക്ഷെ അവര് പോയി. അവിടെ പോയപ്പോഴുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പ്രേതം പിടിച്ചത്രേ. അയ്യോ, എന്താ തള്ളോ? ഇവർക്ക് ഇതെങ്ങനെ മനസ്സിലായി? കാര്യം ചെയ്യാം, നന്നായിട്ടെങ്കിലും പേടിപ്പിക്കാം. ശരിക്കും ഉണ്ടായ കാര്യമ്മ പറഞ്ഞത്. അവരെല്ലാവരും കൂടെ പതിയെ വഴികളിലൂടെ നടക്കുമ്പോ പെട്ടെന്ന് എന്തോ ഒരു ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അവരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. എല്ലാവരും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ച് നടക്കണേന്ന്. പക്ഷെ ഒരു പെൺകുട്ടി മാത്രം ഇവിടെ പ്രേതമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. അങ്ങനെ നടക്കുമ്പോഴൊക്കെ അവളുടെ കൂടെ ആരും നടക്കുന്നതായി അവൾക്ക് തോന്നി. പക്ഷെ അവൾ വിചാരിച്ചു അവൾക്ക് തോന്നിയതാണെന്ന്. പക്ഷെ പെട്ടെന്നായിരുന്നു അവളെ എന്തോ വന്ന് പിടിച്ച് മേലോട്ട് കൊണ്ടുപോയി. പിന്നീട് അവളെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് അവളെ പ്രേതം പിടിച്ചതെന്ന്? നിങ്ങളെപ്പോലെ തന്നെ അവളും ഒന്നും വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് വിശ്വസിക്കോ ഇല്ല ആവട്ടെ, എൻ്റെ പ്രശ്നമല്ല. തൽക്കാലം എനിക്ക് ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. പിന്നീട് ആ പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. എന്നാൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം, 10-15 കൊല്ലത്തിന് ശേഷം, അത്രയൊന്നുമില്ല, ഒരു 7 കൊല്ലത്തിന് ശേഷം. അവളെ പോലെ തന്നെ അവിടേക്ക് പോയവർക്ക് എല്ലാവർക്കും സംഭവിച്ചു. വീണ്ടും ഇതേപോലെ ആവർത്തിക്കാൻ തുടങ്ങി. പഴയ കാലം തൊട്ട് ഇത് ആവർത്തനമാണ്. ആ വഴി പോയവരൊക്കെ നല്ല തള്ളു മോളെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. മാത്രമല്ല ആ വഴിയിൽ മാത്രമല്ല അവളുള്ളത്, പക്ഷേ ആ വഴിയിൽ പോയവളെ അവൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവിടെ ആരെയും ആ പ്രേതം ഉപദേശിച്ചതായി കേട്ടിട്ടേയില്ല. ബട്ട് അഥവാ നിങ്ങൾ അവൾ ശ്വസിക്കുന്നതോ അവളുടെയോ ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കുകയരുത്. തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞു. പേടിക്കുന്നില്ലല്ലോ, പേടിപ്പിക്കാനായിട്ട് ഫോണിൽ ഒരു തണ്ടറിന്റെ സൗണ്ട് ഇട്ടേക്കാം, എല്ലാം പേടിച്ചോളൂ. കണ്ടില്ലേ അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്ന ശബ്ദം? ഇനി ഞാൻ പറഞ്ഞു തരാം മറ്റൊരു കഥയുണ്ട്. ഇതുപോലെ തന്നെ 1000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഇവിടെ ക്യാമ്പിന് വന്നിരുന്നു. അവരെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആ പ്രേതം അവരെ വന്ന് പേടിപ്പിച്ചു എന്നാ പറയുന്നത്. അതിലൊരാളെ കൊണ്ടുപോയത്രേ. പിന്നീട് അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുപോയി അവൾ കറി വെച്ച് തിന്നുമത്രേ. അതെന്തേ ഓക്കെ കറി വെക്കാനേ? എല്ലി മുള്ളും എലിയൊന്നും വേണ്ടേ? മനുഷ്യന്മാരെ തന്നെ വേണം. ആരക്കാരും പറയുമ്പോൾ നിങ്ങളുടെ ചേരക്കാര്യം മാഡം നിങ്ങൾ പറ. ആന്റി ഇതൊക്കെ ഉള്ളതാണ്. യെസ് 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 ഓഫ് കോഴ്സ്. ഞാനെന്നില്ല. അയ്യോ ഓടിക്കോ.
എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ പക്ഷെ അവരെല്ലാവരും അല്ല, ഞാനല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ഇതൊക്കെ പിന്നെ എന്താ? അയ്യോ ദൈവമേ, വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇംഗ്ലീഷ് പോലും പറഞ്ഞു പോയാലോ. വാട്ട് വാസ് ഹാപ്പനിങ് നൗ? മൈ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ആന്റി എന്താ ഇവിടെ നിൽക്കുന്നേ? വാ പോവാം. കം ഓൺ, ലെറ്റ്സ് ഗോ. അതല്ല, നീ ഒന്ന് കൂളാവ്. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമുക്ക് ഇപ്പോ തന്നെ വീട്ടിൽ പോവാം. ആക്ച്വലി ഞാൻ പറഞ്ഞ കഥയൊക്കെ നുണയാ. വാട്ട്? What are you saying? It's all a lie? Yes, it's all a lie. ഞാൻ പറഞ്ഞ എല്ലാം നുണയാ. ബട്ട് വേണ്ട, ഇനി ഇവിടെയും കൂടി പേടിപ്പിക്കണ്ട. എല്ലാം നുണയാ. ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനാ. മോള് പേടിക്കണ്ട. ഡോണ്ട് വെറി മൈ ഡിയർ. ബട്ട് ഫോർ വാട്ട്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർക്കൊരു പണി കൊടുക്കാൻ ഞാൻ വന്നതെന്ന്. അതിനു വേണ്ടിട്ടാ. ബട്ട് എങ്ങനെ തീ അടച്ചു? എങ്ങനെ തീ കത്തി? എങ്ങനെ ആ സൗണ്ട് വന്നോ? അതൊക്കെ നിനക്ക് പറഞ്ഞു തരാം. ബട്ട് ആന്റി, ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ബട്ട് ഒരു പ്രശ്നമുണ്ട്. വാട്ട് 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 പ്രോബ്ലം? അതായത് എമിലി മോളെ, I said whole story is fake, but tell me what's happening here? അപ്പോ പറഞ്ഞ കഥയൊക്കെ നുണയായിരുന്നോ? അപ്പോ അമ്മ പറയാൻ വന്ന കഥയോ അതിതല്ലേ? It's not about the ghost, it's about the forest. What? അപ്പോ ആന്റി പറഞ്ഞ എല്ലാ കഥയും നുണയായിരുന്നോ? ബട്ട് ആന്റി, അവരൊക്കെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അവരൊക്കെ വീട്ടിൽ പോണെന്നാ പറയുന്നേ. I don't know, ഞാനിത് ഇത്രയ്ക്ക് പോകുന്നു വിചാരിച്ചല്ലോ. മൈ ഗോഡ്, ജസ്റ്റ് അത് പേടിപ്പിക്കണമെന്ന് വിചാരിച്ചോളൂ. ആന്റി, ഇത്രയൊക്കെ സംഗതികൾ എങ്ങനെ? എങ്ങനെ ശബ്ദം, തണ്ടർ, തീ, ഇതൊക്കെ എങ്ങനെ? അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. തൽക്കാലം നീ ഇവിടെ ഇരിക്കുക. ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ എന്റെ ബ്രേവസ്റ്റ് മായ അങ്ങ് മറന്നുപോയി. സോറി. ഇവിടെ ഒന്ന് ഇരിക്കും മോളെ. എന്തിനാ? ഞാനെല്ലാം നിനക്ക് പറഞ്ഞു തരാം. നീ ഇവിടെ ഇരിക്കുക. എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഓൾ എ ലൈ. വാട്ട് ബി ദ റീസൺ ഫോർ സ്കെയർ? ഇറ്റ്സ് ഓൾ എ ലൈ. എന്തിനാ പേടിക്കുന്നേ? അതൊക്കെ നുണയായിരുന്നല്ലേ. നീ എന്തിനാ ഇപ്പോഴും പേടിച്ച് നിൽക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആന്റി, ഞാൻ ഇതുവരെയായിട്ടും പേടിച്ച് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നേ. പറഞ്ഞതൊക്കെ നുണക്കാതെയാണെങ്കിലും സംഭവിച്ചതൊക്കെ ഒറിജിനൽ ആണെന്ന് എനിക്ക് ഡൗട്ട്. നീ എന്നെ ഇത്ര പേടിക്കുന്ന രീതി കണ്ടത് ആരുടെ പറയല്ലേ മോളെ? ഇല്ല ഇല്ല, തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. ആന്റി പിന്നെ വിശദീകരിച്ച് തന്നാ മതി. എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം ആന്റിയുടെ പ്ലാനാണെന്ന്. എന്തൊക്കെയോ ഇവിടെ ഒരു തകരാറുണ്ട്. പ്ലാനൊക്കെ പാളെ ആന്റി. വാ, നമുക്കിപ്പോ തൽക്കാലം ഇവിടുന്ന് പോവാം. അമ്മേടെ അടുത്ത് പോകുമ്പോ അങ്ങോട്ട് പോവാം. അത് വേണോ? ആദ്യം എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. സിറ്റ് ഹിയർ പ്ലീസ്. ഇപ്പൊ ഞാൻ നിന്റെ കൂടെ വന്ന അവർ വിചാരിക്കുമ്പോൾ എനിക്ക് പേടിയാണെന്ന്. എന്റെ ഇമേജ് നഷ്ടപ്പെടും. പ്ലീസ് സിറ്റ് ഹിയർ മോളു, പ്ലീസ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ ഇവിടെ തന്നെ ഇരിക്കണമെന്നാണോ? ഞാൻ പോവാ.